ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരെല്ലാവരും ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ മോക്ക അച്ഛന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കടലിലേക്ക് എടുത്ത് ചാടും. അച്ഛനും ഇവളെ രക്ഷിക്കാനായിട്ട് പുറകെ ചാടും. എല്ലാവരും തന്നെ നമ്മുടെ മോക്ക മരിച്ചു പോയി എന്നാ വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ കിയോന് മാത്രം എന്തോ അവള് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ സീൻ കട്ട് ചെയ്താൽ ഒരു ഐലൻഡിൽ കാണിക്കാണ്. അവിടെ നമ്മുടെ മോക്ക ജീവനോട് കൂടി തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ അവളുടെ അച്ഛൻ മരിച്ച് അവിടെ ഒരു ഓരത്തായിട്ട് അടിഞ്ഞു കിടക്കുവാണ്. ഇത് ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ മോക്ക നോക്കിക്കൊണ്ടിരിക്കും. അതേ ടൈം കിയോനെ കാണിക്കാണ്. മോക്ക റാൻസോടെ മാനേജറിനെ കാണാമെന്ന് പറഞ്ഞ ആ ഒരു സിയോൾ സ്റ്റേഷനില് ആ ഒരു ഡേറ്റില് കിയോ മോക്കേനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ അപ്പോഴൊന്നും നമ്മുടെ മോക്ക അവിടെ എത്തിപ്പെട്ടിട്ടില്ല. ഇതേപോലെ വർഷങ്ങളും കടന്നു പോകും. എല്ലാ വർഷവും മോക്ക വരുമെന്ന് വിചാരിച്ച് കിയോ ആ സ്റ്റേഷനിൽ ചെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ 15 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. ഇപ്പോഴും മോക്ക ആ ഒരു ദ്വീപില് സർവൈവ് ചെയ്ത് പോവാണ്. അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മോക്ക അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഒരു വീട് കാണിക്കാണ്. ആ ഒരു ഫാമിലിയില് അച്ഛനും അമ്മയും 2 മക്കളും ഉണ്ട്. അതില് അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ ഒരു സലൂൺ വെച്ച് നടത്തുന്നുണ്ട്. മക്കളില് ഒരാളുടെ പേര് ബോഗ്യോൾ, ഒരാളുടെ പേര് യൂൺ. അതില് ബോഗ്യോൾ ഭയങ്കര ഹാർഡ് വർക്കർ ആണ്. ഒരു എന്റർടൈൻമെന്റ് കമ്പനിയില് പ്രോഗ്രാം മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. പക്ഷെ യൂൺ ആണെങ്കിലോ ഇവന്റെ നേരെ ഓപ്പോസിറ്റ്. യൂൺ ഒരു റിപ്പോർട്ടർ ആയിട്ട് പോലും ഭയങ്കര കുഴിമടിയനാണ്. കറക്റ്റ് ടൈമിന് ഒന്നും തന്നെ ചെയ്യില്ല. ഇവരുടെ വീടിന് മുകളിൽ ഒരു റൂം കാലിയാണ്. അതുകൊണ്ട് തന്നെ ആ റൂം റെന്റിന് കൊടുക്കപ്പെടുമെന്നും പറഞ്ഞിട്ട് മുകളിലായിട്ട് ഒരു ബാനർ തൂക്കിയിട്ടുണ്ട്. ഇപ്പോ ആ ബാനർ ബോഗ്യോൾ അയച്ചിട്ട് അടിയിലേക്ക് കൊണ്ടുവരും. ഇത് കാണുമ്പോ അമ്മയും എന്തിനാടാ ആ ബാനർ നീ അയച്ചുകൊണ്ട് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. നിങ്ങളുടെ മോനില്ലേ യൂൺ, അവനെ പോലുള്ള ഒരു കുഴിമടിയന്റെ കൂടെ എനിക്ക് റൂമൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന് പറയും. ഇതും കേട്ടുകൊണ്ടാണ് യൂൺ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താടാ ബോഗിൽ, നീ എന്നാ കുഴിമടിയൻ എന്താണോ വിളിച്ചത്? ഞാൻ അത്രക്ക് കുഴിമടിയനൊന്നും അല്ലാന്നും പറഞ്ഞിട്ട് ആർഗ്യൂ ചെയ്തോണ്ടിരിക്കും. അപ്പൊ തന്നെ അച്ഛനും ഇടക്ക് കയറിയിട്ട് മതി മതി, ആർഗ്യൂ ചെയ്തതൊക്കെ മതി, ഇവിടെ ഇരുന്നിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുമെന്ന് പറയും. അങ്ങനെ തന്നെ 4 പേരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിന് ഫാദർ, എന്താടാ ബോഗ്യുൾ, നീ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഞാൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂന്ന് പറയും. അപ്പൊ തന്നെ യൂണിനെ നോക്കിയിട്ട്, അല്ല യൂൺ, നീ മുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ബോഗ്യുൾ പോവാണെങ്കിൽ ഞാനും അവന്റെ കൂടെ പോവെന്നറിയും. അപ്പൊ അച്ഛന് ഭയങ്കര ഹാപ്പി ആയിട്ട്, എന്റെ മകൻ അതാണ് ഇഷ്ടമെങ്കിൽ നീ പോയിക്കോന്നറിയും. കാരണം വേറൊന്നുമല്ല, അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട മോനാണ് യൂൺ. അതുകൊണ്ട് തന്നെ യൂൺ എന്ത് തീരുമാനിച്ചാലും അച്ഛനും കട്ടക്ക് സപ്പോർട്ടിനായിട്ട് നിൽക്കും. ഇത് കാണുമ്പോ ബോഗ്യുളിന് ഭ്രാന്ത് കയറും. എന്തായാലും ഞാൻ മുകളിലേക്ക് പോകുന്നില്ല എന്ന് പറയും. ആ നീ പോയില്ലെങ്കിൽ ഞാനും പോകുന്നില്ല എന്ന് യൂണും പറയും. അതിനിടക്ക്, അല്ല ബോഗ്യുൾ, നീ വോളണ്ടിയർ ആയിട്ട് ദ്വീപ് ക്ലീൻ ചെയ്യാനായിട്ട് ഈ വീക്ക് പോകുന്നില്ലേ? നിന്റെ കൂടെ എന്നാ ഞാനും വരുമെന്ന് പറയും. എന്തിനാടാ നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്താനായിട്ട് പുറകെ കൂടിയിട്ടുള്ളത്? നിനക്ക് ഇങ്ങനെ വോളണ്ടിയർ ആയിട്ട് എവിടെയും പോയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇഷ്ടമില്ലല്ലോ, പിന്നെ എന്തിനാ നീ എന്റെ കൂടെ വരുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല, നിന്റെ അടുത്ത് ആരാ പറഞ്ഞത് എനിക്ക് വോളണ്ടിയർ ആയിട്ട് പോവാൻ ഇഷ്ടമില്ലാന്ന്? എനിക്ക് നല്ല താല്പര്യമുണ്ട്. അതുമല്ലാണ്ട് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ബോഗ്യോളിന്റെ കൂടെ യൂണും അങ്ങനെ ഒരു ദ്വീപ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു കപ്പലിൽ കയറി പോകും. അങ്ങനെ ആ ദ്വീപിലെത്തി എല്ലാവരും തന്നെ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോ യൂണാണെങ്കിലും ഒരു ഡ്രോണൊക്കെ പറത്തി വിട്ട് ഒരു VR ഗ്ലാസും എടുത്ത് വെച്ച് ആ ദ്വീപില് എന്തൊക്കെയുണ്ടെന്ന് സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവരിപ്പോ എത്തിയിട്ടുള്ളത് നമ്മുടെ മോക്ക 15 വർഷമായിട്ട് സർവൈവ് ചെയ്യുന്ന അതേ ദ്വീപിലാണ്. അതേ ടൈം മോക്കയാണെങ്കിലോ കടലിലൊക്കെ ഇറങ്ങി മീനൊക്കെ പിടിച്ച് കരയിലേക്ക് കയറി വരും. ആ ടൈമിനാണ് യൂൺ വിട്ട ഡ്രോൺ അവളുടെ അടുത്തേക്ക് വരുന്നത്. ഇത് കാണുമ്പോ മോക്കൊക്കെ എന്തോ അതിശയമായിട്ട് തോന്നും. ഇതെന്താ സാധനമെന്ന് മോക്കൊക്കെ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് എത്തിപ്പിടിക്കാനായിട്ട് നോക്കും. ഇവളിങ്ങനെ പിടിക്കാൻ തന്നെ കാണുമ്പോ യൂണാണെങ്കിൽ അത് അവളുടെ അടുത്ത് നിന്ന് കുറച്ച് ദൂരേക്ക് കൊണ്ടുപോകും. പക്ഷെ മോക്ക വിടില്ല. പുറകെ ഓടിച്ചെന്ന് അത് ചാടി പിടിക്കാനായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കും. ഇതാണെങ്കിൽ ആ യൂൺ VR ഗ്ലാസ് വഴിയാണല്ലോ കാണുന്നത്. അതുകൊണ്ട് അവന് തോന്നുന്നത് മോക്ക ഇവനെ പിടിക്കാൻ വരുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ പേടിച്ച്, പോടി ഇവിടുന്ന്, എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ അടുത്തേക്ക് വരരുതെന്നും പറഞ്ഞിട്ട് ഒറ്റക്കിരുന്ന് പുലമ്പാനായിട്ട് തുടങ്ങും. ഇത് കാണുന്ന മറ്റുള്ളവരും ഇവനിതെന്ത് പറ്റി, ഇതെന്താ കാര്യം എന്നുള്ള രീതിയിൽ വായും പൊളിച്ച് യൂണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതേ ടൈം മോക്കയാണെങ്കിലോ ആ ഡ്രോൺ ചാടി പിടിക്കും.
അങ്ങനെ അത് നിലത്തിട്ട് തട്ടുമ്പോ പുള്ളിക്കാരൻ അപ്പൊ തന്നെ VR ഗ്ലാസ് ഒക്കെ ഊരിയിട്ട് മോക്കയുടെ അടുത്തേക്ക് ഓടും. ഇവക്ക് ഭ്രാന്താണ്, എന്റെ ഡ്രോൺ എത്ര വിലയാണെന്ന് അറിയാമോന്നും ചോദിച്ച് നേരെ മോക്കയുടെ അടുത്തേക്ക് ചെല്ലും. മോക്ക അപ്പോഴാണ് യൂണിനെ കാണുന്നത്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് മോക്ക ഒരു ഹ്യൂമനെ കാണുന്നത്. അതിന്റെ ഒരു സന്തോഷത്തില് നേരെ യൂണിന്റെ അടുത്തേക്ക് നടക്കും. യൂണാണെങ്കിലോ മോക്ക തല്ലാൻ വരുവാണെന്ന് പേടിച്ചിട്ട്, അയ്യോ സോറി മാഡം, ഞാൻ നിങ്ങളെ ചീത്ത പറഞ്ഞതൊന്നുമല്ല, അതെ എന്റെ ഡ്രോൺ ആണെന്ന് പറയും. പക്ഷെ മോക്ക അതൊന്നും കാര്യമാക്കുന്നില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഹ്യൂമനെ കാണുന്നത് കൊണ്ട് തന്നെ അവന്റെ ഫേസിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കി ഭയങ്കര ഇമോഷണൽ ആയിട്ട് യൂണിനെ കെട്ടിപ്പിടിച്ച് കരയാനായിട്ട് തുടങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് മോക്കേനെയും കൂട്ടി ഇവരെല്ലാവരും തിരിച്ച് കപ്പലിൽ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങും. അതിനിടയിൽ മോക്കക്ക് കുറച്ച് ഫുഡും കഴിക്കാനായിട്ട് കൊടുക്കും. ഈ ഒരു ഫുഡ് കഴിച്ച് മോക്ക ഭയങ്കര ഇമോഷണൽ ആകും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ് അവള് കഴിക്കുന്നത്. അതിന്റെ എല്ലാ സങ്കടവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കും. അങ്ങനെ മോക്ക സിറ്റിയിലേക്കും എത്തും. അവിടെയുള്ള ഓരോ കാര്യങ്ങളും അവൾക്ക് ഭയങ്കര പുതുമ നിറഞ്ഞതാണ്. ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നത്, സോപ്പിട്ട് കൈ കഴുകുന്നത്, ചെറിയ ചെറിയ സൈക്കിളുകളിൽ അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാം പോകുന്നത്, ഇതെല്ലാം ഭയങ്കര വണ്ടറടിച്ച് നോക്കിക്കൊണ്ട് നിൽക്കും. ആ ടൈമിന് ബോഗ്യോള് മോക്കക്ക് ഒരു ജോഡി ഷൂവുമായിട്ട് വരും. എന്തായാലും നീ ഈ ഷൂ ഇട്ട് നോക്ക്, സൈസ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങാന്ന് പറഞ്ഞ് ബോഗ്യോള് തന്നെ അവളുടെ കാലിലേക്ക് ആ ഷൂ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഷൂ കാണുമ്പോൾ അവൾക്ക് കിയോനെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ തന്നെ ഇമോഷണൽ ആയിട്ട് കരയാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോൾ ബോഗ്യോളും എന്ത് പറ്റി, നീ എന്തിനാ കരയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഒന്നുമില്ല, എനിക്ക് ഷൂ വാങ്ങിച്ചു തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് ഇമോഷണൽ ആയിട്ട് തന്നെ പറയും. അതേ ടൈം കിയോ ആണെങ്കിലോ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 15 വർഷങ്ങള് ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ ഒരു പെൺകുട്ടി സർവൈവ് ചെയ്ത് വന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു ഹോട്ട് ന്യൂസ് ആണ്. ഈ ഒരു ന്യൂസ് ഇവരുടെ ചാനലിൽ വന്നു കഴിഞ്ഞാല് ഇവന് ഒന്നും കൂടി പോപ്പുലാരിറ്റി കിട്ടും. അതറിഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ ഷൂട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കാണുമ്പോ തന്നെ ബോഗ്യോളും അവന്റെ അടുത്തേക്ക് വരും. എന്തിനാ നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തെടുക്കുന്നത്? 15 വർഷങ്ങൾ അവളുടെ ലൈഫ് ഒരു ദ്വീപില് കളഞ്ഞിട്ട് വന്നിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടെ ഉള്ളതെല്ലാം പുതുമ നിറഞ്ഞതായിരിക്കും. അപ്പോ ഈ ന്യൂസ് പുറത്തു വന്നു കഴിഞ്ഞാല് എല്ലാവരും അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതവളുടെ മൈൻഡ് തന്നെ മാറ്റിയെടുക്കാം. അതുകൊണ്ട് നീ ഇതൊന്നും ഷൂട്ട് ചെയ്ത് ന്യൂസിൽ ഇടാൻ പാടില്ല. ഞാൻ പറഞ്ഞത് നീ കേൾക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഓക്കെ, എന്തായാലും നീ പറഞ്ഞത് കൊണ്ട് ഞാൻ ഫോൺ ഓഫ് ചെയ്തു എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കും. പക്ഷേ ബോഗിളിന്റെ അടുത്ത് ഓക്കെ പറഞ്ഞാലും പിറ്റേ ദിവസം തന്നെ മോക്കയുടെ കാര്യം ഒരു ന്യൂസ് ആയിട്ട് തന്നെ ഇടും. പക്ഷേ മോക്കയുടെ ഫേസ് നന്നായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസ് അങ്ങനെ ബോഗ്യോള് കാണുകയും ചെയ്യും. ബോഗ്യോളും കിയോയും ഒരേ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കിയോ റിപ്പോർട്ടർ ആണെങ്കിൽ ബോഗ്യോള് എന്റർടൈൻമെന്റ് ഫീൽഡിലാണുള്ളത്. അങ്ങനെ ബോഗ്യോളും ഫ്രണ്ടും കൂടി ലിഫ്റ്റിൽ കയറി പോകുമ്പോ ഇടക്ക് വെച്ച് ലിഫ്റ്റിലേക്ക് കിയോയും കയറും. കിയോനെ കാണുമ്പോ തന്നെ, അല്ലടാ നീ എന്റെ അടുത്ത് ഈ ന്യൂസ് പുറത്തു വിടില്ല എന്ന് പ്രോമിസ് ഒക്കെ ചെയ്ത് പോയതല്ലേ, അങ്ങനെയുള്ളപ്പോ നീ എന്തിനാ ഇങ്ങനെ കാണിച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് വേറെ നിവൃത്തി ഇല്ലായിരുന്നടാ, ഡ്രോൺ ഉടഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. പക്ഷെ അവർക്ക് വേണ്ടത് എവിഡൻസ് അല്ലേ, പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് യൂൺ മോക്കിനെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അവിടെയുള്ള നേഴ്സിന്റെ അടുത്ത് ആ ന്യൂസ് വന്നതിന് ശേഷം ആ പെൺകുട്ടീനെ അന്വേഷിച്ച് അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നോന്ന് ഇങ്ങനെ ചോദിക്കും. ഇതേ ചോദ്യം തന്നെയാണ് അവളും എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്ര നേരമായിട്ടും ഒരാളും തന്നെ വന്നിട്ടില്ല. എന്തായാലും ഞങ്ങൾ ഇന്ന് അവളെ ഡിസ്ചാർജ് ചെയ്യാനിരിക്കുവാണെന്ന് പറയും. അയ്യോ, ഇന്ന് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യുമോ? അപ്പോ അവളെ എങ്ങനെ ഒറ്റക്ക് സർവൈവ് ചെയ്യും? അവളെ എങ്ങോട്ട് പോകുമെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനിത് ചോദിച്ചപ്പോ അവള് പറഞ്ഞത് അവളുടെ ദ്വീപിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്നാണ്. അവൾക്കിപ്പോ 31 വയസ്സായെങ്കിലും അവളുടെ മനസ്സളവില് അവൾ ഇപ്പോഴും 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് എനിക്കും അറിയില്ല എന്നും പറഞ്ഞിട്ട് ആ നേഴ്സും മോക്കനെ കുറിച്ച് ആലോചിച്ച് ഒന്ന് വിഷമിച്ചൊക്കെ പറയും. അതേ ടൈം മോക്ക ഒരു പെൺകുട്ടിയുടെ കൂടെ ഇരിക്കാണ്. ആ പെൺകുട്ടി അവളുടെ സ്മാർട്ട് ഫോണ് എടുത്ത് ഇങ്ങനെ യൂസ് ചെയ്തോണ്ടിരിക്കും. ഇത് കാണുമ്പോൾ മോക്കൊക്കെ എന്തോ വല്ലാത്തൊരു സന്തോഷമൊക്കെ വരും. ഇതെന്ത് ഫോണാണിത്? എന്റെ ഫോണിനേലും ഭയങ്കരമായിട്ടുണ്ടല്ലോ, ഇതില് TV ഒക്കെ കാണാൻ പറ്റുമോ ഇങ്ങനെ ചോദിക്കും. പിന്നെ എല്ലാം കാണാന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടിയും ആ ഒരു ഫോണിലുള്ള എല്ലാ ഫീച്ചേഴ്സും മോക്കക്കായിട്ട് കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. ആ ടൈമിന് നേഴ്സും വന്ന്, മോക്ക നിന്നെ കാണാനായിട്ട് നിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് പറയും. ഫ്രണ്ട് എന്ന് കേൾക്കുമ്പോ മോക്കക്ക് ഫസ്റ്റ് കിയോന്റെ ഓർമ്മയാണ് വരുന്നത്. ആര്, കിയോ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ടൈമിലാണ് യൂൺ വന്നിട്ട്, ഹായ് മോക്ക, ഞാനാണ് യൂൺ എന്ന് പറയും. അങ്ങനെ ഇപ്പൊ കട്ട് ചെയ്താല് മോക്കനെ അവളുടെ ദ്വീപിലേക്ക് കൊണ്ടാക്കാനായിട്ട് യൂൺ അവന്റെ കാറില് മോക്കനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകും. അങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ, അല്ല ഫ്രണ്ട് വന്ന
വന്നു എന്ന് ആ നേഴ്സ് വന്ന് നിന്റെ അടുത്ത് പറഞ്ഞപ്പോ നീ വേറെ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. എന്തായാലും സോറി, ഞാനാണ് ആ ടൈമിന് വന്നേന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, ആ ടൈമിന് എന്നെ കാണാനായിട്ട് നീ എങ്കിലും വന്നില്ലേ, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറയും. അതേ ടൈം മോക്കക്ക് കിയോ എസ്കേപ്പ് ആവുമ്പോ ഒരു ഷൂ കൊടുത്തിട്ടില്ലേ, ആ ഒരു ഷൂവും കൂടി അവളുടെ ബാഗിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ യൂൺ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കും. കുറെ നേരമായിട്ടും ഒന്നും തന്നെ സംസാരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വല്ല ജോക്കൊക്കെ പറഞ്ഞ് ഇവളെ ഒന്ന് ഹാപ്പി ആക്കാന്നും പറഞ്ഞ്. അല്ല മോക്ക, നീ ഈ ഷൂവും കൊണ്ട് എങ്ങോട്ട് പോവാണ്? നിന്റെ ദ്വീപിൽ ചെന്നിട്ട് ഇത് മറച്ചു വിൽക്കാനായിട്ടുള്ള വല്ല പ്ലാനും ഉണ്ടോന്നും ചോദിച്ച് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ മോക്കയാണെങ്കിൽ ഈ ജോക്കിനൊന്നും റെസ്പോണ്ടേ ചെയ്യുന്നില്ല. മോക്കയുടെ ഇരിപ്പ് കാണുമ്പോ ഒന്നും വർക്കൗട്ട് ആയില്ല എന്ന് പുള്ളിക്കാരന് തന്നെ മനസ്സിലാകും. അവസാനം ജോക്കൊന്നും വേണ്ടാന്ന് വെച്ച്, അല്ല നീ എങ്ങനെയാണ് ആ ദ്വീപിൽ ചെന്ന് പെട്ടുപോയെന്ന് ചോദിക്കും. അതൊരു വലിയ സ്റ്റോറിയാണ്, എന്തായാലും ഞാൻ പറയാന്നും പറഞ്ഞ് അവരിങ്ങനെ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിനാണ് റാൻസോടെ പേര് വെച്ച ഒരു ഫ്ലെക്സ് റോട്ടിൽ കാണുന്നത്. അങ്ങനെ തന്നെ വണ്ടിയൊക്കെ നിർത്തി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്ന് ആ പേരും വായിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയാനായിട്ട് തുടങ്ങും. അങ്ങനെ തന്നെ ഇവനും അടുത്തിരുന്ന് എന്താ മോക്ക പ്രശ്നമെന്ന് ഇങ്ങനെ ചോദിക്കും. എല്ലാത്തിന്റെയും തുടക്കം ഈ ഒരു പേരാണെന്നും പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരയാനായിട്ട് തുടങ്ങും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് മോക്കയുടെ ദ്വീപിലേക്ക് രണ്ടുപേരും കൂടി ബോട്ടിൽ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് അവൾ എങ്ങനെയാണ് ആ ദ്വീപില് ചെന്നു പെട്ടതെന്നുള്ള എല്ലാ സ്റ്റോറിയും യൂണിന്റെ അടുത്ത് പറയും. യൂണും ഇതെല്ലാം കേട്ട് അങ്ങനെ തന്നെ അവന്റെ കമ്പനിയിലേക്ക് കാര്യം വിളിച്ച് പറയും. അതുമല്ലാണ്ട് ഹെഡ്ലൈനായിട്ട് ഏതോ ഒരു റാൻസോ എന്ന പാട്ടുകാരിനെ തിരക്കി പോയാണ് 15 വർഷം അവൾ ഈ ദ്വീപില് പെട്ടുപോയതെന്നുള്ള ഹെഡ്ലൈനും കൂടി കൊടുക്കണമെന്ന് പറയും. അങ്ങനെ യൂൺ ഫോണില് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം മോക്ക അവന്റെ അടുത്തേക്ക് വരും. ഹലോ അങ്കിൾ, റാൻസോയെ വലിയൊരു പാട്ടുകാരിയാണ്, അതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ടുകാരി, അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്ത് വേണം സംസാരിക്കാനായിട്ടെന്ന് പറയും. ഇത് കേട്ട് യൂണും സോറി എനിക്കത് അറിയില്ലായിരുന്നു, എന്തായാലും എന്റെ അടുത്ത് ക്ഷമിക്കെന്ന് പറയും. ആ ഓക്കെ ക്ഷമിച്ചെന്നും പറഞ്ഞിട്ട് മോക്ക മുന്നോട്ട് നടക്കും. ഇവനാണെങ്കിൽ അല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ഏജ് അല്ലേ, എന്നിട്ട് അവൾ എന്തിനാണ് എന്നെ അങ്കിളെന്ന് വിളിക്കുന്നത്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് മോക്കയുടെ പുറകെ പോകും. അങ്ങനെ 15 വർഷങ്ങൾക്ക് ശേഷം മോക്ക അവളുടെ ദ്വീപിലേക്ക് എത്തും. അവിടെയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോക്കക്ക് ഇത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആകെ വണ്ടറടിച്ചാണ് പുള്ളിക്കാരി അവിടെയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മോക്ക അവസാനം അവളുടെ ഫാദറിന്റെ ഷോപ്പ് ഉണ്ടായ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലും. ഇപ്പോ ആ ഒരു ഷോപ്പിന് പകരം ഒരു റെസ്റ്റോറന്റ് ആണ് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മോക്ക അകത്തേക്ക് കയറി ചെല്ലും. മോക്കയും കിയോയും കൂടി രക്ഷപ്പെട്ടു പോവാൻ നേരം ഒരു അങ്കിള് കണ്ട് ഇവളുടെ ഫാദറിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ, ആ ഒരു അങ്കിളും മകനും കൂടിയാണ് ഇപ്പോ ആ ഒരു റെസ്റ്റോറന്റ് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇവരാണെങ്കിലോ മോക്കേനെ കണ്ട ആദ്യം സന്തോഷിച്ചാലും പിന്നെ അപ്പൊ തന്നെ മോക്കേനെ പിടിച്ച് പുറത്താക്കും. അല്ല നീ ഇപ്പോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഷോപ്പ് തട്ടിയെടുക്കാനായിട്ടാണോ? എന്തൊക്കെ വന്നാലും ഇത്രയും വർഷം കഷ്ടപ്പെട്ട് ഈ ഷോപ്പ് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഷോപ്പ് നിനക്കായിട്ട് തരില്ല. അല്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണല്ലോ നീ തിരിച്ചു വന്നിട്ടുള്ളത്, ഇവിടത്തെ നിയമപ്രകാരം 5 വർഷം ഒരാൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ആ ആള് മരിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു കാര്യവുമില്ല, നിയമപ്രകാരം നീ മരിച്ച ഒരു വ്യക്തിയാണെന്ന് മോക്കയുടെ അടുത്ത് തന്നെ പറയും. ഇത് കേട്ട് മോക്കയും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കാണ്. ആ ടൈമിന് യൂണാണെങ്കിൽ അവന്റെ ഫോൺ എടുത്തിട്ട് എപ്പോഴത്തെ പോലെ തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് കണ്ട് അവരും അല്ല മോനെ നീ ആരാണ്, നീ എന്തിനാ ഇതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ യൂണും അവന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുക്കും. ഞാനൊരു റിപ്പോർട്ടറാണ്, എന്റെ പേര് യൂൺ എന്ന് പറയും. അവരും ആ ഒരു കാർഡ് കണ്ടൊന്ന് ഷോക്കായിട്ട് ഓ റിപ്പോർട്ടർ ആണല്ലേ, റിപ്പോർട്ടർ ആണെങ്കിൽ ഇവിടെയുള്ള നിയമം നിനക്ക് നന്നായിട്ട് തന്നെ അറിയാമായിരിക്കുമല്ലോ, ഈ ഷോപ്പിന്റെ ഓണറെ മരിച്ചു പോയിട്ട് 10 വർഷങ്ങളായി എന്ന് പറയും. അപ്പൊ തന്നെ യൂണും എന്ത് മരിച്ചു പോയെന്നോ, മോക്കയല്ലേ ഈ ഷോപ്പിന്റെ ഓണർ, മോക്ക നിങ്ങളുടെ മുമ്പിൽ ജീവനോട് കൂടി തന്നെ നിൽക്കുന്നില്ലേ, അതുമല്ലാണ്ട് ഈ നാട്ടിലുള്ള നിയമവും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. 5 വർഷങ്ങളായിട്ട് ഒരാളെ കാണുന്നില്ല എങ്കിൽ അയാള് മിസ്സിംഗ് ആയി എന്നാണ് അർത്ഥം, അല്ലാണ്ട് മരിച്ചുപോയി എന്നല്ല. എന്തായാലും നിങ്ങൾ അവിടെ നിൽക്ക്, ഞാനേ നിങ്ങൾ ആ വീഡിയോ എടുത്തിട്ട് എന്റെ ചാനലിൽ ഇടാന്നും പറഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. ആ ടൈമിന് മോക്കിയും കിയോനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും ഈ ഷോപ്പ് തട്ടിയെടുക്കാനായിട്ട് വന്നതല്ല, എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, കിയോ എന്തേ, അവനിപ്പോ എന്തായി എന്നിങ്ങനെ ചോദിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് 4 പേരും കൂടി അകത്തിരുന്ന് സംസാരിക്കാണ്. ആ ടൈമിന് അയാള് അല്ല കിയോനെ കുറിച്ച് നീ എന്തിനാണ് അറിയുന്നത്, അവൻ കാരണമല്ലേ നിനക്കും നിന്റെ അച്ഛനും ഈ ഒരു അവസ്ഥ വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല അവനൊന്നും കാരണമല്ല, എനിക്ക് കിയോനെ കുറിച്ച് അറിയണം, അവൻ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ അയാളും പറയാനായിട്ട് തുടങ്ങും. നിന്റെയും നിന്റെ അച്ഛന്റെയും മിസ്സിങ്ങിന് ശേഷം അവൻ അധികമൊന്നും സ്കൂളിലേക്ക് പോവാണ്ടായി, എപ്പോഴും കടൽക്കരയിൽ വന്ന് നിന്ന് കടലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം അവൻ വീട് വിട്ട് ഓടിപ്പോയി. പോകുന്ന പോക്കിന് അവൻ പോലീസ് സ്റ്റേഷനിൽ അവന്റെ അച്ഛന്റെ പേർക്ക് ഒരു കംപ്ലൈന്റും കൂടി എഴുതി കൊടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ
അയാളുടെ ജോലിയും പോയി. പിന്നെ ഒരുപാട് അന്വേഷിച്ച് കിയോ സിയോളിലുണ്ടെന്ന് അറിഞ്ഞ് അയാൾ അങ്ങനെ തന്നെ സിയോളിലേക്ക് ഷിഫ്റ്റ് ആയി. ഇപ്പോഴവരേക്കും കിയോനെ അന്വേഷിച്ച് നടക്കുവാണ്. എന്തായാലും കിയോ ഭയങ്കര മോശമായിട്ടുള്ള ഒരു പയ്യനാണെന്ന് പറയും. ഇത് കേട്ട് വിഷമിച്ച് മോക്ക യൂണിനെയും കൂട്ടി കിയോ താമസിച്ച ആ ഒരു വീട്ടിലേക്ക് ചെല്ലും. അതാണെങ്കിലോ ഭയങ്കര പാഴടഞ്ഞ് കിടക്കുവാണ്. അങ്ങനെ മോക്ക അകത്തേക്ക് കയറി ചെല്ലും. കിയോയുടെ റൂമിൽ ചെല്ലുമ്പോ അവൻ അവിടെ ചെറിയ ചെറിയ നോട്ട്സ് ഒക്കെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം എടുത്ത് മോക്കയും വായിച്ചു നോക്കും. ഒരു തവണ മോക്കയുടെ അടുത്ത് കിയോ പറഞ്ഞിട്ടുണ്ട്, മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നമുക്ക് സാധിച്ചു കിട്ടും. അത് ചിലപ്പോ പ്രതീക്ഷിക്കാത്ത ടൈമിനായിരിക്കും. ഇതാണ് ആ ഒരു നോട്ടിലും എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് വായിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കും. കിയോ ജീവനോട് കൂടിയുണ്ട്, എനിക്കത് നല്ല ഉറപ്പാണെന്ന് പറയും. എന്ത്, അത് നിനക്ക് എങ്ങനെ ഉറപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കും. 15 വർഷം ഞാൻ കാണാണ്ട് പോയില്ലേ, എന്നിട്ട് ഞാൻ ദേ ജീവനോട് കൂടി തന്നെ ഈ ദ്വീപിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ പിന്നെ കിയോ ജീവനോട് കൂടി ഉണ്ടാവില്ലേ, എനിക്ക് നല്ല ഉറപ്പാണെന്ന് പറയും. അല്ല മോക്ക, ഞാൻ പറയുന്നത് കൊണ്ട് നീ ഒന്നും വിചാരിക്കരുത്. കിയോ കാരണമല്ലേ നിന്റെ ലൈഫ് ഇങ്ങനെ നരകതുല്യമായി മാറിയത്. എന്നിട്ട് നീ എന്തിനാണ് അവനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അവനില്ലായിരുന്നെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങി ഞാൻ ചത്തുപോയേനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാനായിട്ടല്ല തീരുമാനിച്ചത്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാനായിട്ടാണ് തീരുമാനിച്ചത്. അതൊന്നും പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നും പറഞ്ഞ് ആ ഒരു നോട്ട് അവിടെ തന്നെ തിരികെ വെച്ച് പുറത്തേക്ക് നടക്കും. ഇതെല്ലാം കേട്ട് യൂണും ഭയങ്കര ഫീൽ ചെയ്ത് ആ ഒരു നോട്ട് എടുത്ത് അവന്റെ പോക്കറ്റിലേക്ക് വെക്കും. അങ്ങനെ മോക്കേന ആ ഒരു ദ്വീപിലാക്കി യൂൺ തിരികെ സിയോളിലേക്ക് പോവാനായിട്ട് ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ആ ടൈമിന് മോക്ക അവന്റെ അടുത്തേക്ക് വരും. ഞാനും കൂടി നിന്റെ കൂടെ വരട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും. വേണ്ട, ഇത് നിന്റെ വീടല്ലേ, ഇതല്ലേ നിന്റെ സ്ഥലം, അപ്പൊ നീ ഇവിടെ തന്നെ നിന്നാ മതി എന്ന് പറയും. ഇല്ല, ഞാനും കൂടി നിന്റെ കൂടെ വരാം, എനിക്ക് സിയോളിലേക്ക് പോകണം, റാൻസോനെ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ 15 വർഷങ്ങള് നഷ്ടപ്പെട്ട പോലെ ആവില്ലേ, ഞാൻ വീണ്ടും ഇവിടെ വന്ന് താമസിച്ചിട്ട് എന്തിനാണ്, എന്റെ ഫീലിംഗ് നിനക്ക് മനസ്സിലാവുന്നുണ്ടോന്നും ചോദിച്ച് മോക്ക ഭയങ്കര ഇമോഷണൽ ആകും. ഇത് കേട്ട് ഫീൽ ചെയ്ത് യൂണും ഭയങ്കര ഇമോഷണൽ ആയിട്ട് നിൽക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.